ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ഓശാന തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. പള്ളിയിലൊക്കെ പോകാനും ഒരു കുരുത്തോല മേടിച്ച് ഒക്കെ പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും ഒക്കെ സാധിച്ചത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഓശാനയുടെ ജൈവിളികൾ ഒക്കെ കർത്താവിനെ വീണ്ടും വീണ്ടും വാഴ്ത്തിപ്പാടാനുള്ള അവസരങ്ങളായിട്ട് നമുക്ക് കാണണം. ഇന്ന് രാത്രി നമ്മൾ കടന്നുറങ്ങുന്നു. വലിയ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കൂടുതൽ ഈശോയുടെ സ്നേഹത്തിലേക്കൊന്ന് ആഴത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കുരിശിൻ്റെ വഴി എല്ലാ ദിവസമൊക്കെ നിങ്ങൾ ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അല്പം നിങ്ങളെ കുറച്ച് സ്ട്രെയിൻ തരുവാണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഒരു ആത്മീയ യുദ്ധത്തിലായതുകൊണ്ട് ഒരു ആത്മീയ എക്സസൈസ് നിങ്ങൾക്ക് തരികയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ സാധിക്കുന്നവർ, ഞാനും കൂടുന്നുണ്ട്, ഞാനും വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 13 മുതൽ 17 വരെയുള്ള 5 അധ്യായങ്ങൾ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ സമയം ഒന്ന് ക്രമീകരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു അധ്യായമെങ്കിലും വായിക്കാൻ നല്ലതായിരിക്കും. സമയമുള്ളവർ തീർച്ചയായിട്ടും 13, 14, 15, 16, 17 5 അധ്യായങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 5 അധ്യായങ്ങൾ ഈ വലിയ ആഴ്ചയിൽ എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും, ഒത്തിരി അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. ഞാനും വായിക്കുന്നുണ്ട്, നിങ്ങളും എൻ്റെ കൂടെ ഈ ദിവസങ്ങളിൽ പേഴ്സണലി അതൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഓശാനയുടെ ദിവസമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഓസ്ലേം നഗറിലെ സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്ന 8ാമത്തെ സ്ഥലമാണ്. ഓസ്ലേമിൻ്റെ തെരുവുകൾ ശബ്ദായമാനമായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒത്തിരി ജൈവിളികൾ, അതിനിടയിൽ ഈ കരയുന്ന സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, നിങ്ങളെ മുന്നോട്ട് നടക്കാൻ പ്രചോദിപ്പിക്കുന്നു എന്നറിയുന്നതിൽ ഞാനത് തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നു. ഇത് എന്നെയും ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ മാത്രമല്ല, ഒന്നുകൂടെ ഉണർന്നെഴുന്നേക്കാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെയും അങ്ങനെ ശക്തിപ്പെടുത്തുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോ ഇങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നില്ലേ? നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്ന് 2 കൊറിന്തോസ് 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എടുക്കണം. പൗലോസ് ശ്ലീഹ ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുന്ന, ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഫ്രേസാണ്. ആ വചനം ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചേക്കണേ. 2 കൊറിന്തോസ് 1:3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവസാനത്തെ ഫ്രേസ് ശ്രദ്ധിച്ച്, സകല സമാശ്വാസത്തിന്റെയും ദൈവം, എ ഗോഡ് ഓഫ് അൾട്ടിമേറ്റ് കൺസോലേഷൻ. എൻ്റെ ദൈവം എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് സ്പെഷ്യലായിട്ട് പൗലോസിനെ പറയാണ്. സകല സമാശ്വാസത്തിൻ്റെയും ഉടയവൻ, ദൈവമായവൻ എന്ന് വെച്ചാൽ എന്നെ ആശ്വസിപ്പിക്കുന്നത് എൻ്റെ കർത്താവാണ്. സങ്കീർത്തനം 62 നമ്മൾ വായിക്കുന്നില്ലേ? കർത്താവ് മാത്രമാണ് എൻ്റെ ആശ്വാസം. നമുക്ക് ജെറുസലേം നഗരത്തിലെ ഓസ്ലേമിൻ്റെ തെരുവുകളിൽ നിൽക്കുന്ന ഈ സ്ത്രീകൾ കരയുന്നുണ്ട്. ഈശോ അവരോട് പറയാണ്, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവൻ. എന്തോ ആവട്ടെ, ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം, വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഒക്കെ ഈശോ അങ്ങനെ പറയുന്നതിനെ കുറിച്ചൊക്കെ കുരിശിന് വഴി നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഓശാന പാടിയവരോട് ഈശോ ഒന്നും മിണ്ടുന്നില്ല. കരഞ്ഞവരോട് ഈശോ ആശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്. ഈശോയ്ക്ക് നിന്നെയും നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ഒരു ധ്യാനം കൂടാനോ, ചില സമയങ്ങളൊന്ന് ബൈബിൾ വായിക്കാനോ, ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകൾ നിനക്ക് ഉണ്ടായിട്ടില്ലേ? ഈശോയെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ, ചങ്ക് പൊട്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ സിറ്റുവേഷൻ ഈശോയ്ക്ക് കുഞ്ഞെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഹല്ലേലൂയ പറയാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ പോലും പറ്റാത്ത വലിയ നിരാശയിലേക്കൊക്കെ നീ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ നീ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ, നിന്റെ നിരാശയിൽ, നിന്റെ ഡിപ്രഷനിൽ, നിന്റെ ഒറ്റപ്പെടലിൽ, നിന്റെ ആ ഇരുട്ടിൽ ചിലപ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഒന്ന് വന്ന് പറയുന്നു, ഒരു കൊന്ത ചെല്ല്, ഒന്ന് ബൈബിൾ വായിക്കും, ഒന്ന് പള്ളിപ്പോ, ഒന്ന് ഫ്രീ ആവും, ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്. നീ കടന്നു പോകുന്ന ആ ഇരുട്ട്, നീ കടന്നു പോകുന്ന ആ യുദ്ധം ഒരിക്കലും ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഈശോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഓശാന പാടാൻ പറ്റാത്ത നിന്നെ ആശ്വസിപ്പിക്കാൻ ഈശോയ്ക്ക് പറ്റും. ഓശാന പാടിയവരോടല്ല ഈശോ മിണ്ടിയത്, കരഞ്ഞവരോടാണ്. കുഞ്ഞെ, കരയുന്ന നിന്നെ ഈശോ കാണുന്നുണ്ട്. ഈ 8ാം സ്ഥലത്ത് അവൻ ഓസ്ലേം നഗരത്തിലെ പരിചയമില്ലാത്ത ഏതൊക്കെയോ സ്ത്രീകളെ ആശ്വസിപ്പിച്ചെങ്കിൽ അത്രയധികം ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്നെ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ടെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ്, ക്യാൻ യു ജസ്റ്റ് ഗെറ്റ് അപ്പ്, ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉള്ള ആ സങ്കടത്തിൽ നിന്ന്, ആ നിരാശയിൽ നിന്ന്, ആ കരച്ചിലിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ച്, എന്തായാലും കരഞ്ഞു, കണ്ണ് കുറച്ചുകൂടെ തെളിഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ആശ്വസിപ്പിക്കുന്ന ഈശോയെ കാണാൻ, ആശ്വസിപ്പിക്കുന്ന ഈശോയെ കേൾക്കാൻ, അവനോടൊന്ന് കെട്ടിപ്പിടിച്ചിരിക്കാൻ. കുരിശിൻ്റെ ഭാരമൊക്കെ എടുത്ത് നടക്കുമ്പോഴും ഈശോ നിന്നെ കാണുന്നു. നീ വഹിക്കുന്ന ഭാരവും നീ കരയുന്ന കാരണങ്ങളും ഒക്കെ ഈശോ കാണുന്നുണ്ട്. നൈനിലെ വിധവ തൻ്റെ മകൻ്റെ മരണത്തെ ഓർത്ത് ആ ശവഘോഷയാത്രയിൽ കരയുമ്പോൾ ഈശോ അടുത്ത് എന്ന് പറയുന്നില്ലേ, കരയണ്ടെന്ന്. ഈശോ കരയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നത് പോലെയല്ല. നാട്ടുകാർ ചിലപ്പോൾ ചുമ്മാ പറയും, സാരമില്ല പോട്ടെ എന്നൊക്കെ. പക്ഷെ ഈശോ കരയണ്ടെന്ന് പറഞ്ഞാൽ
നീ കരയാൻ കാരണമായ ആ കാര്യത്തിന് ഈശോ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ മുന്നോട്ട് ചെന്ന് ആ ബാലൻ്റെ ശവമഞ്ചത്തിൽ തൊട്ട് പറയുന്നുണ്ട്, എഴുന്നേക്കാൻ പറയുന്നുണ്ട്. ദാറ്റ്സ് ദ സെയിം തിങ് ഹി ടെൽസ് യു ടുനൈറ്റ്. ഇന്ന് കിടക്കാനല്ല പറയണേ, എഴുന്നേക്ക്. കട്ടിലേക്ക് കിടന്നു, പക്ഷെ നാളെ എഴുന്നേക്കണം. ആശ്വസിപ്പിക്കാൻ ഈശോ ഉള്ളിടത്തോളം കാലം നമുക്ക് ശ്വസിക്കാം, നമുക്ക് മുന്നോട്ട് നീങ്ങാം. കർത്താവ് തന്നെയാണ് കൂടെ നടക്കുക. കുരിശിൻ്റെ ഭാരം ഏറ്റെടുത്ത് നടക്കുമ്പോഴും അവൻ നിന്നെ ആശ്വസിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മതി, അത് മാത്രം മതി. സകല സമാശ്വാസത്തിൻ്റെ ഉടയവനായവൻ നിന്നെ ശക്തിപ്പെടുത്തട്ടെ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ ദൈവം എന്നെ പ്രചോദിപ്പിക്കുന്നു ഒരുപാട് ആളുകളെ ആശ്വസിപ്പിക്കാൻ. ഈശോയുടെ ആശ്വാസം സ്വീകരിച്ച് ഒരുപാട് മക്കൾക്ക് ആശ്വാസമാകാൻ കർത്താവ് തന്നെ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഈശോയുടെ കുരിശ് നിങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.